السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റമദാൻ മാസമാണല്ലോ. അതുകൊണ്ട് തന്നെ റമദാനിൽ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്ന, അല്ലാത്ത സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റും, എന്നാലും റമദാനിൽ കൂടുതലായി സാഹചര്യമുള്ളതുകൊണ്ട് ഒരു ഇബാദത്ത്. എന്താണ് ആ ഇബാദത്തിൻ്റെ പ്രത്യേകത? ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം, അതേപോലെ ഒരു ഉംറ ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഇമാം തിർമിദിയും ഇമാം ബഗവിയും ഉദ്ധരിച്ച ഹദീസ്. എന്താണ് ആ ഹദീസ്? മൻ സല്ലൽ ഫജ്റ ഫി ജമാഅത്തി, ആരെങ്കിലും സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചു, സുമ്മ ഖഅദ യദ്കുറുല്ലാഹ, പിന്നെ ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്ന് അള്ളാഹുവിന് ദിക്ർ ചൊല്ലിയാൽ, ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആനും മറ്റ് അദ്കാറുകളും സ്വലാത്തുകൾ, അതായത് അള്ളാഹുവിൻ്റെ ഇബാദത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യവുമായി ഏർപ്പെട്ട് ഇൽമു പഠിപ്പിക്കൽ, അങ്ങനെയുള്ള ഏത് കാര്യത്തിലും ആ ഇരുന്ന സ്ഥലത്ത് തന്നെ അവൻ ദിക്ർ ചൊല്ലിക്കൊണ്ടിരുന്നാൽ, ഏതുവരെ? ഹത്താ തത്ലുഅ അശ്ശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ ഇരുന്നാൽ, പിന്നെ 2 റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ, കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമ്മ, പൂർണ്ണമായ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണ് അവനിക്ക് ലഭിക്കുന്നത് എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാധിക്കുന്നവർക്ക് ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം അധികം ജനങ്ങളും സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി ജമാഅത്തിലേക്ക്, പള്ളിയിലേക്ക് പോകുന്നവരാണ്. അപ്പോൾ സുബ്ഹി നിസ്കരിച്ച് അതേ സ്ഥലത്ത് ഇരുന്ന് ദിക്റുകളും മറ്റ് തസ്ബീഹുകളും ഖുർആനോത്തുകളും സ്വലാത്തുകളുമായി ജോലിയായി സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ 2 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്ത് ളുഹായും നിസ്കരിച്ച് എഴുന്നേറ്റാൽ ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് സുഹൃത്തുക്കളെ ലഭിക്കാൻ പോകുന്നത്. അതേപോലെ ഒരു ഉംറ, പൂർണ്ണമായ ഉംറയും ഹജ്ജും ചെയ്ത പ്രതിഫലം ഇൻഷാ അല്ലാഹ് സാധിക്കുന്നവർക്കൊക്കെ ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പമായ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.25 മണിക്കൂർ മാത്രമേ സുബ്ഹി നിസ്കരിച്ചതിന് ശേഷം അതേ സ്ഥലത്ത് ഇരിക്കേണ്ടതുള്ളൂ. അപ്പോഴേക്ക് സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും അത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഇങ്ങനെയുള്ള ധാരാളം അമലുകൾ ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.